എന്താ അഖിലേ താമസിച്ചേ? പയ്യാക്ക ബർത്ത്ഡേ ഉണ്ടോ इसलिए എല്ലാവർക്കും സ്വീറ്റ് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇരിക്കട്ടോ. ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാം അല്ലേ? നീ എന്താ പ്രോഗ്രാം ഇന്ന്? ഡ്യൂട്ടിക്ക് പോകണ്ടേ? ഇപ്പോൾ പോവാ. അവിടെ അഞ്ചപ്പട്ടിന്ന് പെയിന്റിങ് പണിയുണ്ടോ ഇപ്പോൾ പോവാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാം അഖിലേ. ഓക്കെ. ഏതെങ്കിലും ഇലയിലോ കമ്പിലോ ഒക്കെ കയറി ഇരിപ്പുണ്ടോ നോക്കിയേ. ആ യെസ് കമി. എന്താ നീ താമസിച്ചത്? സോമൻ സാറേ, ഇന്ന് ആഹിലിന്റെ പിറന്നാളാണ് കേട്ടോ. അവന്റെ അച്ഛൻ ഇന്ന് മിഠായി കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്കത് ക്ലാസ്സിൽ വിതരണം ചെയ്യാം. ഇത് ബാഗ് കൊണ്ട് വെച്ചിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്കിനി എല്ലാവർക്കും മിഠായി കൊടുക്കാം. സുദിനം സുദിനം ജന്മദിനം തവ ഭവതു മംഗളം ജന്മദിനം സുദിനം സുദിനം. രണ്ട് കൈ കൊണ്ട് മേടിക്കണം കേട്ടോ. രണ്ട് കൈ കൊണ്ട് കയ്യിലേക്ക് കൊടുത്താൽ മതി. രണ്ട് കൈയിലേക്കും ജന്മദിനം ചിരഞ്ജീവ. നിങ്ങൾ അവിടെ ഇരുന്നോ. മിഠായി കിട്ടിയേക്കണവരൊക്കെ നേരെ ഇരിക്കണം കേട്ടോ. മാത്രം പോരാട്ടോ, പഠിക്കുന്നത്. എന്താ വീട്ടിലുള്ള ഹാപ്പി ബർത്ത്ഡേ. സുദിനം ജന്മദിനം തവ ഭവതു മംഗളം ജന്മദിനം. ബായ് പാരി എടുത്തുണ്ടോ കേട്ടോ ബക്കറ്റില്. ചേട്ടാ വെല്ലം ചേട്ടാ പിന്നെ ഇപ്പൊ പോവാ. കുറച്ച് ബർത്ത്ഡേ ഉണ്ട്. എന്താ കാര്യം? പയ്യാക്ക ബർത്ത്ഡേ ഉണ്ടോ? കുറച്ച് കേക്ക് മറിച്ചു. നാളെ നേരത്താണ് കേട്ടോ. പണികൾ ഒത്തിരി പെൻഡിങ് ഉണ്ട്, തീർക്കണം നമുക്ക്. ചേട്ടാ പോവാ. പയ്യാക്ക ബർത്ത്ഡേ ഉണ്ട്, പോവാ. ആ ശരി എന്നാ. ചേട്ടാ കാപ്പി. മായി എന്തേ? മായിയുടെ മകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് പുള്ളിക്ക് നേരത്തെ പോകുന്നത്. നേരത്തെ പോയി. ഓ, അപ്പൊ പിന്നെ പണി പെൻഡിങ് ആവൂലേ? അത് കുഴപ്പമില്ല, 12 ഡേറ്റ് തീർത്തന്നെ. മഴയ്ക്ക് മുമ്പ് തീരൂലല്ലേ? മഴയ്ക്ക് മുമ്പ് തീർത്താ കുഴപ്പമില്ല. ഗ്ലാസ് അവിടെ വെച്ചാൽ മതി. ആയിക്കോട്ടെ, അവിടെ വെച്ചേക്കാം. ഞാൻ കവല വരെ പോയിട്ടിരാം. മാല ഇവിടെയാണല്ലോ വെച്ചേ. ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചേ. വേറെ എവിടെയെങ്കിലും ആണോ വെച്ചേ? കാണാനില്ലല്ലോ ദൈവമേ. ഞാൻ അവിടെ ആയിരുന്നല്ലോ വെച്ചത്. ഭഗവാനെ,
2 പവന്റെ മാലയാ. ശ്ശേ. കൊറേ നേരമായല്ലോ. മാല ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലാന്നേ. മാലയൊക്കെ വെക്കുമ്പോ ശ്രദ്ധിച്ചു വേണ്ട വെക്കാൻ. പണി നടന്നോണ്ടിരിക്കണോ നിനക്കറിയാൻ പാടില്ലേ? ഭായിമാരല്ലേ ഇവിടെ പണിയണത്, ഞാൻ ഇവിടെയാണ് വെച്ചേ. ശ്രദ്ധിക്കണ്ടേ? മാലയൊക്കെ വെക്കുമ്പോ അത് കുറച്ചൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ. ഇത് ഞാൻ ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പോയി മാറിയുള്ളൂ. എവിടെ ചെന്ന് നോക്കാനാണോ? ആ പണിക്കാരെങ്ങാനും എടുത്തോന്ന് പോയോ? അങ്ങനെ ആരെയും പറഞ്ഞ് നമുക്ക് സംശയിക്കാൻ പറ്റുന്നില്ല. അല്ല അച്ഛാ, ഞാൻ അവർക്ക് ചായ കൊടുക്കാൻ പോയപ്പോ ഒരു പണിക്കാരൻ പോയായിരുന്നു ആ സമയം കൊണ്ട്. അവൻ നേരത്തെ പോയത് നീ കണ്ടായിരുന്നോ? പോയത് അല്ല അച്ഛാ, ഞാൻ അവിടെ കാപ്പി കൊണ്ട് കൊടുക്കാൻ പോയപ്പോഴത്തേനും ഒരാള് പോയായിരുന്നു. അപ്പൊ അവനോട് അവനോട് പറഞ്ഞായിരിക്കും പോയത്. അതെ, എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഉറപ്പാ അയാൾ തന്നെയാ നമ്മുടെ മാല എടുത്തോണ്ട് പോയേക്കണേ. അവനെ നമുക്ക് നോക്കാം, അവനെ തന്നെ പിടിക്കണം. അതെ, അയാൾ തന്നെ എടുത്തോണ്ട്, എനിക്ക് ഉറപ്പാ ആ ബായി തന്നെ എടുത്തോണ്ട് പോയേക്കണേ. जन्मदिनमिदं अयि प्रियसखे, जन्मदिनमिदं अयि प्रियसखे, शन्तनोतु ते सर्वदा मुदं, शन्तनोतु ते सर्वदा मुदं, प्रार्थयामहे भवशतायुषी, प्रार्थयामहे भवशतायुषी, ईश्वरः सदा त्वां च रक्षतु, ईश्वरः सदा त्वां च रक्षतु, पुण्यकर्मणा कीर्तिमर्जय, पुण्यकर्मणा कीर्तिमर्जय, जीवनं तव भवतु सार्थकम्. ഇതാടാ ആ ഭായിയുടെ വീട്. നീ ഇങ്ങ് കയറുവാ, ചവിട്ടി പൊക്കണ ഇങ്ങോട്ട് വേടാ, കയറി വേടാ. അവന് എന്നാ കാണിച്ചോണ്ടിരിക്കണവൻ? നീ എന്നാടാ നീ ആ മാല മോഷിച്ചു വന്നിട്ട് നീ ആ പെയിന്റിങ്ങിന് വേണ്ടി തന്നില്ലെങ്കിൽ നിന്നെ ആണല്ലോ അറിയാമോ? നീ പേടിച്ചിട്ടുണ്ടെന്ന്. നീ ആ മാല എടുക്ക, ആ മാല എടുക്ക. നീ ഇവിടെ ആഘോഷിച്ചോണ്ടിരിക്കട്ടെ, നീ മാല എടുക്കണം, മാല എടുക്ക. നീ സത്യം പറയണം, നിന്നെ ഇടിച്ച് നിന്നെ പോവുക. നീ മാല എടുക്ക. പെരുമ്പാവൂരിന്ന് ഇവിടുന്നൊക്കെ വന്ന ഓരോരുത്തന്മാര് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ മൊത്തം വിഷയ നോക്ക എല്ലാവരും പരിശോധിക്കുക. ഇവനെ ഇപ്പൊ തന്നെ നമുക്ക് തൂക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. വേഗം കൊണ്ടുപോവാ. പെയിന്റിങ്ങിനെത്തിയ അന്യസംസ്ഥാന തൊഴിലാളി സ്വർണ്ണമാല മോഷ്ടിച്ചതായി പരാതി. ആസാം സ്വദേശിയുടെ വാടക വീട്ടിൽ നാട്ടുകാർ ആക്രമണം നടത്തി. കോതമംഗലം വാരപ്പെട്ടിയിലാണ് വീട് പെയിന്റ് ചെയ്യുവാനെത്തിയ അന്യസംസ്ഥാന തൊഴിലാളി ഗൃഹനാഥയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചതായി പരാതി ഉയർന്നത്. ആരോപണ വിധേയനായ ആസാം സ്വദേശിയുടെ വീട്ടിലെത്തി നാട്ടുകാർ ആക്രമണം അഴിച്ചുവിട്ടു. സംഭവത്തിൽ എന്ത് വിശ്വസിച്ച് പണി കൊടുക്കും? ഭായിമാരെ വീട്ടിൽ കൊള്ളാവോ? മാരൊക്കെ എന്ത് വിശ്വസിച്ച് വീട്ടിൽ കയറ്റും? ശരിയല്ലേ? അവന്റെ അച്ഛൻ പെയിന്റ് അടിക്കാൻ പോയ വീട്ടിൽ നിന്ന് മാല പൊട്ടിക്കണ്ട. എടാ മാലക്കള്ള, എടാ മാലക്കള്ള, എടാ മാലക്കള്ള പോയി, എടാ മാലക്കള്ള, മാലക്കള്ള പോയി. നീ എന്തിനാടാ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണേ? നീ എന്തിനാ ഇപ്പൊ നീ ഇവിടെ ഇരിക്കണേ? ഇവിടെ ക്ലാസ്സിലേക്ക് പോരാ. എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കണേ? ഇവൻ രാവിലെ തൊട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ ക്ലാസ്സില് ഇരുന്ന് കരയായിരുന്നു, ഇപ്പൊ ഇവിടെ വന്ന കരയാണ്. എന്നാ പറ്റിയടാ? എന്റെ അച്ഛൻ മോഷ്ടിക്കില്ല ടീച്ചറോ, എന്റെ അച്ഛൻ മോഷ്ടിക്കില്ല. അല്ല അത് എനിക്കറിയാം കേട്ടോ, സാരമില്ല കേട്ടോ. നീ എന്തിനാണ് കരയണ? ക്ലാസ്സിൽ ഇരിക്കാതെ ഇരിക്കണ്ട കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ പോകാം. ये शहर मुझे पसंद आया नहीं। ये शहर में मुझे सब चोर बना दिया है, इसलिए मैं अपना घर जा रहा है। इसलिए इधर वापस आएगा नहीं। यहाँ का काम अच्छा नहीं है।
काम अच्छा है तो पैसा अच्छा नहीं है। আঙুঠির হাঙিয়ে নাখাজিৰে গুমুঠা গুমুঠা আকাশে বুকুতে জিৰাই উৰুঙা উৰুঙা উশাহে নিজকে জৰাই അച്ഛാ ആ ദേ മാല. അത് എവിടെ ഇരുന്ന് കിട്ടി? അതെ, ഞാൻ കുളിക്കാൻ നേരത്തെ അവിടെ ഊരി വെച്ചായിരുന്നു ഷവറിന്റെ. എന്നിട്ടാണ് നീ ഇതിലെ മുഴുവൻ തപ്പിക്കൊണ്ട് നടന്നത്? അത് ഞാൻ എപ്പോഴും ഇവിടെ വെക്കാറ്. എന്നാലും മാല കിട്ടിയില്ല. മാല കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? വെറുതെ ഇരിക്കുന്ന ആളുകളെയൊക്കെ സംശയിച്ചില്ലേ? വല്ല പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അച്ഛൻ ഞാൻ എപ്പോഴും ഇവിടെ ആയിരുന്നു വെക്കാറ്. ഇന്നിപ്പോ അറിയാണ്ട് അവിടെ ആയിപ്പോയി. ആയിക്കോട്ടെ, ഇനി സൂക്ഷിച്ചാ മതി. മാലയൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ, അതൊക്കെ സ്വർണ്ണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. ഞാൻ അറിയാണ്ട് പറ്റിപ്പോയി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആകിലും കുടുംബം നാട്ടിലേക്ക് പോയെന്ന് പറഞ്ഞിട്ടല്ലോ ടീച്ചറെ, ശരിയാണോ? അവര് നാട്ടിൽ പോയി. ടീച്ചറെ, ഈ പെരുമ്പാവൂര് ബംഗാളികളായ ക്രിമിനലുകൾ കൂടുതലുള്ള സ്ഥലമല്ലേ ടീച്ചറെ? അങ്ങനെയാണെങ്കിലും ആകിലിൻ്റെ അച്ഛനൊന്നും ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. അവർ നല്ലൊരു ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാ. ഒരിക്കലും അവരങ്ങനെ അതിലൊന്നും പെടില്ല. അങ്ങനെ മോഷണമൊന്നും ഇല്ലാത്ത ആൾക്കാരാന്ന് തോന്നുന്നല്ലേ ടീച്ചറെ? ദേ മാല കിട്ടി. അലമാരിയിൽ തുണിക്കിടയിൽ ഇരിക്കണ്ടായിരുന്നു. ആകിലിന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. നമുക്ക് ആഹിലിന്റെ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ, എങ്ങനെയും കേരളത്തിൽ കൊണ്ടുവന്നാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഹിലിന്റെ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്താലോ ടീച്ചറെ? എന്നാ നമുക്ക് വിളിച്ചു നോക്കാം. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. जिस नंबर से आप संपर्क करना चाहते हैं वह अभी स्विच्ड ऑफ है. कृपया कुछ समय पश्चात प्रयास करें. വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. जिस नंबर से आप संपर्क करना चाहते हैं वह अभी स्विच्ड ऑफ है. कृपया कुछ समय पश्चात प्रयास करें. നമുക്ക് അവൻ്റെ നാട്ടിൽ പോയിട്ടാണെങ്കിലും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ടീച്ചറെ. അവനെ ഈ സ്കൂളിൽ തന്നെ നമുക്ക് പഠിപ്പിക്കണം. ശരിയാ, നമുക്ക് അവനെ തേടി പോകാം. എന്താണേലും കീർത്തന,
അഹിലിന്റെ അച്ഛനല്ലടി ആ സ്വർണ്ണമാല മോഷ്ടിച്ചേ. അത് ശരിക്കും ഉണ്ടല്ലോ. ആ ചേച്ചിയാണെങ്കിൽ ആ സ്വർണ്ണമാല എന്നും ഒരേ സ്ഥലത്താണ് വെക്കണേ. സ്ഥലം മാറ്റി വെച്ചപ്പോൾ അത് അഹിലിന്റെ അച്ഛനെ മോഷ്ടിച്ചത് പറഞ്ഞ് അഹിലിന്റെ അച്ഛൻ്റെ തലയിൽ കയറ്റി വെച്ച. എനിക്കറിയാമായിരുന്നു എന്തായാലും അഹിലിന്റെ അച്ഛനല്ല മോഷ്ടിക്കണേന്ന്. അവൻ എന്ത് ബാവ. ഈ ആൽബിൻ വന്നിട്ട് എന്തൊക്കെയാണ് അവനോട് പറഞ്ഞത്. അവനിപ്പോൾ വിഷമമായിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവനാണെങ്കിൽ ഈ സ്കൂള് വിട്ടിട്ട് ആസാമിലേക്ക് പോയത്. അവൻ്റെ അച്ഛൻ ശരിക്കും അത് മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ബാ നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കണം. ആ ശരിയാ. എന്തുവാണ് നിങ്ങൾ അഹിലിനെ പറ്റി പറഞ്ഞില്ലല്ലോ? അവന്റെ അച്ഛനല്ലേ വീട്ടിൽ നിന്ന് മാലാട്ടെ. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയണത്? എല്ലാവരും പറഞ്ഞല്ലോ അവന്റെ അച്ഛനെ മോഷ്ടിച്ചെന്ന്. കാര്യം അറിയണ്ട, ആരെയും കുറ്റപ്പെടുത്തരുത്. നീ നിന്റെ കൂട്ടുകാരനും കാരണല്ലോ അവൻ തിരിച്ച് നാട്ടിലോട്ട് പോയേ. അവന്റെ ഇപ്പൊ പഠിത്തം പോയില്ലേ? നിങ്ങളോട് ആരാ പറഞ്ഞ അവന്റെ അച്ഛനെല്ലാം മോഷ്ടിച്ചെന്ന്? ആ സ്വർണ്ണമാല തിരിച്ചു കിട്ടി. ആ ചേച്ചീൻ്റെ വീട്ടിൽ ഏതോ കസേര കൊണ്ട് ആ ചേച്ചി വെച്ചിട്ട് അതാണെങ്കിൽ കാണാണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അഹിലിന്റെ അച്ഛൻ്റെ തലയിൽ കൊണ്ട് കെട്ടി വെച്ചാണത്. ഞങ്ങളതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അതല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതല്ലേ ഞങ്ങളും ആദ്യം പറഞ്ഞ ആരെയും അറിയേണ്ട, ആരെയും കുറ്റപ്പെടുത്തരുതെന്നാ. ചേട്ടാ, ചിലര് പറയുന്നത് തലേണയുടെ അടിയിലിരുന്ന് മാല കിട്ടിയെന്നാ. അപ്പുറത്തെ ചേച്ചി ഇപ്പൊ പറയുക അതേ മേശയുടെ അടിയിലിരുന്നാ കിട്ടിയെന്ന്. അതിപ്പോ ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ച് ചെയ്യണമെന്ന് മാത്രം കിട്ടിയെന്നുള്ളത്. ആ ചേട്ടാ, എന്തായാലും മാല കിട്ടിയാലോ. ആ ശിവൻ ചേട്ടാ, കമോൺ വരൂ. തീർച്ചയായിട്ടും ചേട്ടാ, എന്തായി പോയ കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയാ? പോയ കാര്യം നമ്മൾ അന്വേഷിച്ചിരുന്നു. ഇത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ആസാമിലെ ഒരു ഗോഹട്ടി എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഒരു റാണി ഖാമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നു. ആ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നതാണ് പറഞ്ഞത്. ഈ സ്ഥലം കുറച്ച് റിമോട്ടായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കുറച്ച് ദുഷ്കരമായ. ദുഷ്കരമാണെങ്കിലും കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് പിള്ളേരെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് ഷെറിൻ ടീച്ചർ നിർബന്ധമാണ്. അത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ നല്ലതായിരുന്നു ചിത്തെ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി വന്നിട്ട് ഇത്തരത്തിലൊരു മോശമായ അനുഭവം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോവുക. ഏത് തരത്തിലുള്ള പിന്തുണയും സപ്പോർട്ടും ഇപ്പം നമ്മളിവിടെ ഉണ്ടാവും. അവിടെയാണെങ്കിലും നമ്മുടെ എല്ലാവിധ സഹായവും നമ്മുടെ ഭാഗത്തുണ്ടാവും. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ചേട്ടാ. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഗുവാഹട്ടി അല്ലേ? 2 പേർക്ക്. അടുത്ത് തന്നെ ദിവസത്തേക്കാണോ? അടുത്ത ദിവസത്തേക്ക് തന്നെ, ഏറ്റവും അടുത്ത ദിവസം അല്ലേ? ഈ ശനിയാഴ്ച ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അത് ബാംഗ്ലൂർ വഴിയാണ് പോകുന്നത്. രാവിലെ 7:30 കൊച്ചിയിൽ നിന്ന്. 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട് ബാംഗ്ലൂർ. അവിടുന്ന് വേറെ ഫ്ലൈറ്റ് മാറി കയറണം. അപ്പോൾ അതിന് ഒരാൾക്ക് 13,000 രൂപയാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടെ ഡേറ്റ് മാറ്റി നോക്കി ചിലപ്പോൾ റേറ്റ് കുറവുണ്ടായിരിക്കും. മാറ്റി നോക്കണോ? വേണ്ട നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ പോകണം. അപ്പോൾ ശനിയാഴ്ചയാണ് ഏറ്റവും റേറ്റ് കുറവ്. ഈ ഫ്ലൈറ്റിനാണ് റേറ്റ് കുറവ്. 2 പേർക്കും കൂടെ വരുമ്പോൾ 26,000 രൂപ വരും. അതിപ്പോ പേ ചെയ്യണോ? അതെയോ? ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് തന്നാൽ മതി. ടിക്കറ്റ് എടുക്കുമ്പോൾ പേയ്മെന്റ് വേണം. എടുക്കാല്ലേ? ആധാർ കാർഡ് വേണം. 2 പേരുടെ ആധാർ കാർഡ് ഒറിജിനൽ. ഇപ്പൊ ശനിയാഴ്ച എടുത്തേക്കാട്ടോ. എന്തായാലും അവര് മോഷ്ടിച്ചില്ല എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞല്ലോ. പിന്നെ അവരെ അത് അറിയിച്ച് അവര് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. തിരിച്ചു കൊണ്ടുവരാൻ കുഴപ്പമുണ്ടാവില്ല. നമുക്കിപ്പം അവരെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അതിനുശേഷം പിന്നെ കൺവിൻസ് ചെയ്ത് തിരിച്ചു അവരെ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മള് അന്നേരമാണ് പ്രശ്നമാവുന്നത്. അത് കുഴപ്പമില്ല. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇനി നമുക്ക് ഫോൺ ഉണ്ടോ, റേഞ്ച് ഉണ്ടോ, അവരെ വിളിച്ചാൽ കിട്ടുമോ, അങ്ങനെ നമ്പറുകളൊന്നും ഇല്ലല്ലോ. ടീച്ചർ, നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഏകദേശം 1:15 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ നമുക്ക് ലേ ഓഫ് ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 4 മണി ആവും. 4 മണി കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വരുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവുമായിരിക്കും. നമ്മൾ കുറച്ച് ലേറ്റ് ആയി എന്ന് തോന്നണം. തോളത്തിട്ടോ? തോളത്തിട്ടേ? തോളത്തിട്. ഞാൻ പിടിക്കാം അവിടെ ചെന്നിട്ട്.
to announce you that we have reached 15 minutes prior to our scheduled arrival time. ടീച്ചറേ, എന്താ ആസാം എന്ന് പറയുമ്പോഴത്തേനും കേരളം പോലെ ഒന്നല്ല, നല്ല തണുപ്പുണ്ട്. മൊത്തം മലകളാണല്ലോ, ആൾക്കാരൊക്കെ മൊത്തം തകരപ്പാട്ട് നിറഞ്ഞ വീടുകളിലൊക്കെയാ. അവരുടെ വീട് ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും. നമ്മളവിടുത്തെ പോലെ വീടുകളൊന്നും അടുത്തടുത്തല്ല വീടുകളൊക്കെ, എന്നാലും കൃഷിസ്ഥലമൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ആധാർ കാർഡ് ഉണ്ട്. അഡ്മിഷൻ സമയത്ത് എടുത്ത ആധാറിന്റെ നമ്പർ വെച്ചിട്ടേ, അല്ലെങ്കിൽ ഇവിടെ ആരുടെ അടുത്തെങ്കിലും ചോദിക്കാം, ആരെങ്കിലും ഇവിടെ ഇവരുടെ വീടുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ആരെങ്കിലും ഒന്ന് കണ്ടുകിട്ട് വരണമെങ്കിൽ ചോദിക്കായിരുന്നു. ഇത്രയും ദൂരം ഫ്ലൈറ്റൊക്കെ പിടിച്ച് വിടും വരെ വന്നിട്ട് ആളെ കണ്ടുപിടിച്ചിട്ട് എന്തായാലും പോകാൻ പറ്റുള്ളൂ. ടീച്ചറേ, നമുക്കിതിപ്പോ കൊറേ നേരമായി ഇവരെ നോക്കാം. ഇവിടെ രണ്ടുപേര് നിക്കണ്ടല്ലോ. ഒരു ഭായി ഒരു കൊച്ചുണ്ടെന്ന് ചോദിച്ചു നോക്കാം ഇവിടെ എവിടെയാ സ്ഥലം എന്നുള്ളത്. भाई गुड मॉर्निंग। क्या जी? हाँ भाई, हमने एक आदमी को ढूंढने लिए आया कि ये हमारे केरल में था, अब यहाँ आया होगा। जरा देखना या उसको पता है? हाँ पता है। वो कहाँ है? ये पहाड़ के ऊपर होगा, घर पे। वो बच्चा इधर पहले केरल में था, था, अभी इधर आया, वापस आया। ओके, उसका घर वो वहाँ जाना है, उसको ढूंढ वो देखने के लिए आया था। घर के ऊपर है, पहाड़ के बाद ना घर आएगा उस पे। ओ आए हमारे साथ जरा। चलिए। तुम जा सकता है? हाँ। जाओ, तुमको मालूम है ना? ഓക്കെ उसके साथ ഓക്കെ, താങ്ക് യു ബൈ. उसके साथ जाएंगे. ठीक है। ടീച്ചറേ, പിന്നെ വഴി അറിയാം, മലയുടെ അപ്പുറമാണെന്ന് വീട്. കുറച്ചുകൂടെ മല കയറേണ്ടി വരുമായിരിക്കും, എന്നാലും ആളെ കിട്ടി. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. फिर नाला स्पीड आना भाई, कुछ धीरे धीरे चलना यार। ठीक है। हम भी आपके साथ आनी है। हाँ चलते हैं। ओके, चल 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 चल। हाँ, इस पहाड़ के और एक पहाड़ भी है। हाँ അമ്മച്ചി. ഓക്കെ, ഇവിടുന്ന് നേരെ बेटा ये पहुंच जाएगा ना? हाँ पहुंच जाएगा। कहाँ है? ये घर है। ये है? हाँ होगा ये वहाँ, देख लेंगे। बुलाओ उसको। आहिल 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 ടീച്ചറേ. അഖിലേ, എത്ര നാളെ എവിടെയായിരുന്നു? അച്ഛനും അമ്മയൊക്കെ എന്തി? ജോലിക്ക് പോയി. എവിടെ പോയേക്കണേ? ഇവിടെ കുഞ്ഞാവിന്റെ ഞാൻ ചുണ്ണായ കൊണ്ടുപോയി. വാ. അവിടെ അമ്മ അവിടെ ജോലിക്ക് പോകാറുണ്ടായിരുന്നില്ലോ, എന്താ ഇവിടെ പോയത്? അവിടെ ഇവിടെത്താടും പൈസ കുറവാണ് ഇവിടെ, അതുകൊണ്ട് അമ്മ ജോലിക്ക് പോകും. നീ എപ്പോഴാ വരുന്നേ? അറിയില്ല. തന്നെയുള്ളോ? പോ. മാല എടുത്തത് നിങ്ങളുടെ അല്ലാന്ന് അവിടെ വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടി. അല്ലേ തന്നെ ആഹിലിന്റെ അച്ഛനല്ലാന്ന് ഞങ്ങൾക്ക് അറിയാലോ. എന്തിനാ പോന്നേ? നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാ ഞങ്ങള്. പഠിക്കണ്ടേ വീണ്ടും? കൂട്ടുകാരെ കാണണ്ടേ? അപ്പൊ നമുക്ക് പോയാലോ? പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. അച്ഛൻ വരട്ടെ. എപ്പോഴാ വരുന്നേ? അപ്പൊ അറിയില്ല. അപ്പൊ നമുക്ക് അച്ഛൻ വരുമ്പോ നിങ്ങളെ കൊണ്ടുപോകാം. എല്ലാവരും കൂടെ പോയാലോ?
എല്ലാവരും വരുമ്പോൾ പോവാട്ടോ. ഒരു വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വരുമ്പോഴത്തേനും സംസാരിക്കാം. ഫ്രണ്ട്സിനെ കാണണ്ടേ? എല്ലാരും അവിടെ അന്വേഷിക്കണ്ടേ? ടീച്ചറെ, അഖിലിന്റെ അച്ഛനെ അച്ഛമ്മ പി ടി എ പ്രസിഡന്റുകളെ പോയി കണ്ടു എന്നാ പറഞ്ഞു വീട്ടില്. അപ്പൊ ചെന്ന് കണ്ട് അവരിങ്ങോട്ട് തിരിച്ചു പോരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതേതായാലും നന്നായി. ടീച്ചർ പോയി കണ്ട് സംസാരിച്ചല്ലോ. നല്ല കുട്ടിയല്ലേ. പേരന്റ് ആണെങ്കിലും നമ്മളോടൊക്കെ വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആ കുട്ടികളുടെ പഠന കാര്യത്തിലൊക്കെ ആണെങ്കിലും പഠിക്കുന്ന ഒരു കുട്ടിയാണ് താനും. നല്ലൊരു കുട്ടിയാ. ഏതായാലും നമ്മുടെ ടീച്ചർ അത് പോയി സംസാരിച്ച് റെഡിയാക്കി കൊണ്ടുവന്നല്ലോ. അഖിലിന്റെ അച്ഛനല്ല മാല എടുത്തതെന്ന് അറിഞ്ഞപ്പോഴേ അവർക്ക് ഒരുപാട് സന്തോഷമായെന്നാ പറഞ്ഞേ. ഇത്രയും നാളൊരു കള്ളൻ എന്നുള്ള പേരിലല്ലേ അറിയപ്പെട്ടിരുന്നേ. എന്തൊരു സങ്കടപ്പെട്ടായിരിക്കും ഒരു നാട്ടിലേക്ക് പോയത്. ചെയ്യാത്ത കുറ്റത്തിനെ അങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഏതായാലും നമ്മുടെ ടീച്ചർ പോയി അത് സംസാരിച്ച് റെഡിയാക്കി കൊണ്ടുവന്നല്ലോ. നന്നായി. അതേതായാലും കുട്ടികളെ, നമ്മുടെ ആഹിലിനെ വിളിക്കാനായിട്ട് നമ്മുടെ എച്ചമ്മും രഞ്ജിത്തേട്ടനൊക്കെ ആസാമിലേക്ക് പോയെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കില്ലേ? ഇന്ന് വൈകുന്നേരം അവര് നാട്ടിൽ തിരിച്ചെത്തും. നാളെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരും. നാളെ തൊട്ട് അവൻ നമ്മുടെ ക്ലാസ്സിലുണ്ടാകും. അപ്പൊ നല്ലൊരു സ്വീകരണം നമുക്ക് കൊടുക്കണ്ടേ? ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദും 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 ദുന്ദുഭിനാദം നാദം നാദം ദും 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 ദുന്ദുഭിനാദം നാദം നാദം. ഇന്ദ്രധനുസേന്തി വരുന്ന ഘനാഘന സേനകളെ വന്നാലും ഇതിലേ 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 വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദും 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 ദുന്ദുഭിനാദം നാദം നാദം ദും 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 ദുന്ദുഭിനാദം നാദം നാദം. ചുടുവേനൽ കൂടാരത്തിൽ മയങ്ങുന്നു ഭൂമി അമൃതം പെയ്തവളെ തഴുകിയുണർത്തു